ഹായ്, ഇന്ന് ഞാൻ ഉള്ളത് ഉറുഗ്വേയിലാണ്. ഉറുഗ്വേയിലെ മൊണ്ടെ വീഡിയോ എന്ന സ്ഥലത്താണെന്നുള്ളത്. അവിടുത്തെ ഫ്ലാഗാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഇനി ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ഇവിടെ എന്തൊക്കെയാണുള്ളതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, അതുകൊണ്ട് എനിക്ക് അത്ര ഐഡിയ ഇല്ല ഇവിടെ എന്താ ഉള്ളതെന്നും എന്തൊക്കെയാണ് ഈ സ്ഥലത്തുള്ളതെന്നും ഒരു ഐഡിയ ഇല്ല. ജസ്റ്റ് ഒന്ന് പോയി തപ്പി നോക്കട്ടെ, കാണിച്ചു തരാം എന്തായാലും. ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഈ ഒരു സ്ട്രീറ്റിലേക്കൊന്ന് പോയി നോക്കാമെന്ന് ആലോചിക്കുന്നു. ഈ കാണുന്നതാണ് ഇവിടുത്തെ പോർട്ട്. സോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ചെറിയ സ്ട്രീറ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. സമയം ഏതാണ്ട് 9:10 ആകുന്നു രാവിലെ. സോ അതുകൊണ്ട് തന്നെ ഒന്നും ഓപ്പണല്ല, സ്ട്രീറ്റെല്ലാം കാലിയാണ്. ഇവിടെ ഈ മറ്റേ വഴി സൈഡിലുള്ള സ്ട്രീറ്റിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നവർക്ക് ഓരോ സ്റ്റോളൊക്കെ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഉറുഗ്വേയും എനിക്ക് കെട്ടിടങ്ങളൊക്കെ കണ്ടിട്ട് ഒരുമാതിരി സ്പാനിഷ് പോർച്ചുഗീസ് ടച്ചാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടുത്തെ കെട്ടിടങ്ങൾക്കൊക്കെ ഒരു പോർച്ചുഗീസ് സ്പാനിഷ് ടച്ച് ഉണ്ട്. എനിക്കറിയില്ല ഇവിടുത്തെ ഹിസ്റ്ററി എങ്ങനെയാണെന്ന്. അതായത് ഈ ഉറുഗ്വേ ഇനി സ്പെയിനിൻ്റെയോ പോർച്ചുഗീസിൻ്റെയോ വല്ല കോളനി ആയിരുന്നോന്നോ ഒന്നും എനിക്കത്ര ഐഡിയ ഇല്ല. എന്തായാലും ജസ്റ്റ് നടന്നു നോക്കാം. നല്ല ഭംഗിയുണ്ടല്ലോ ഈ ഒരു ബിൽഡിങ് കാണാനായിട്ട്. ഒരു വാം കളറിലുള്ളൊരു സ്ട്രീറ്റാണ്. പൊതുവെ സ്പാനിഷ് സ്ട്രീറ്റുകളെല്ലാം അങ്ങനെയാണ്. രാവിലെ തന്നെ ഈ ഷോപ്പ് ഓപ്പണാണ്. പുള്ളിക്കാരി അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കുറേ മറ്റേ ചെറി ബ്ലോസം ഉണ്ട് കേട്ടോ വഴി സൈഡിലൂടെ എല്ലാം. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏരിയ നൈറ്റ് ലൈഫിന് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ലക്ഷണം കണ്ട് കുറേ ചെറിയ ബാറുകളും റെസ്റ്റോറൻറ്റും ഒക്കെ സൈഡിലൂടെ ഉണ്ട്. സോ നൈറ്റ് ലൈഫ് ചിലപ്പോൾ നല്ലതായിരിക്കും. ചെറിയൊരു പലചരക്ക് കടയുണ്ട് ഇവിടെയും വൈനൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഷോപ്പുകളൊന്നും ഓപ്പണല്ല. സമയം 9:15 ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ആകെ മൊത്തത്തിലൊരു കാമാൻകോട്ടണ്. ഈ സമയത്ത് വലിയ ബഹളങ്ങളൊന്നുമില്ല. ഫ്രൂട്ട്സൊക്കെ വെച്ചേക്കുന്നുണ്ട് വെക്കാനായിട്ട്. മാമ്പഴമാണെന്ന് തോന്നല്ലോ അത്. അതെയോ? എന്തോ. ഞാനെന്തായാലും പതുക്കെ മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു. ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. ഇവിടെ ഈ ഒരു വീടിൻ്റെ ബാൽക്കണി ഉണ്ടോ? വീടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, അറിഞ്ഞൂടാ. എന്തായാലും തുണി ഉണക്കാൻ കണ്ടിട്ടുണ്ട്, അപ്പം പിന്നെ വീടായിരിക്കുമല്ലോ. നല്ല ക്ലീനാണ് കേട്ടോ, അത്യാവശ്യം. ഒരു സ്പാനിഷ് ടച്ചാണ് ഈ ഒരു സിറ്റി എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യുന്നത്. ഒരു സ്പെയിനിലൊക്കെ ചെന്നൊരു വൈബ്. കാലാവസ്ഥയും അത്ര വലിയ ചൂടൊന്നുമില്ല, കുഴപ്പമില്ല, നല്ല കാലാവസ്ഥ. എന്നാണല്ലോ ഇവിടുത്തെ മിക്ക കെട്ടിടങ്ങളോടും ചേർന്ന് നല്ല ഭംഗിയിൽ ചെറി ബ്ലോസം നിൽപ്പുണ്ട് കേട്ടോ. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് എന്തായാലും. Buenos días. Hello. Hello.
എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയത് ഇവിടുത്തെ കെട്ടിടങ്ങൾ തന്നെയാണ്. നല്ലൊരു അച്ചടക്കമുള്ള കുറേ നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങൾ, എല്ലാം ഏകദേശം ഒരേ കളറും. അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുന്നത്, ഒരു വൈബ്രൻറ്റ് ഫീല് നമുക്ക് കിട്ടും. നല്ല രസമുള്ള ഒരു കൊച്ചു സിറ്റി. രാവിലെ ജസ്റ്റ് നേരം വിളിച്ച് തീർന്നല്ലേ ഉള്ളൂ, 9 മണി കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു എനിക്ക് അത്ര തിരക്കൊന്നുമില്ല. എൻ്റെ നേരെ മുന്നിൽ അവിടെ കാണുന്നത് കടൽ തീരമാണ്. ചുമ്മാ പോയി നോക്കാം അവിടെ വരെ. വോക്സ്വാഗൻ്റെ ഒരു പഴയ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. കുറച്ച് ദൂരെ ഞാനൊരു ചർച്ച് പോലെ എന്തോ സംഭവം കാണുന്നുണ്ട്. ഈ കാണുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ, ജസ്റ്റ് പോയി നോക്കാം. ഈ പോകുന്നതാണോ കേട്ടോ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ. ഞാൻ ആ ചർച്ചിൻ്റെ അടുത്തെത്തി, പക്ഷേ അത് ഓപ്പണല്ല. അതുകൊണ്ട് ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല എന്തായാലും. ഇങ്ങനെ ഭംഗിയുള്ള കുറച്ച് കെട്ടിടങ്ങളല്ലാതെ പ്രത്യേകിച്ച് വലിയ അട്രാക്ഷൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഇവിടെ. ഇവിടെ ഒരു ബീച്ച് ഉണ്ട്. ബീച്ചാണോ അതോ ജസ്റ്റ് സൈഡിലൂടെ നടക്കാനുള്ളതേ ഉള്ളൂ എന്ന് പോയി നോക്കട്ടെ. അത് ബീച്ചായിട്ട് ഇല്ല, ചെറിയൊരു സൈഡ് വാക്ക് അങ്ങനെ മാത്രമേ ഉള്ളൂ. വൈകിട്ടൊക്കെ വന്ന് ഇരിക്കാനാണെങ്കിൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒന്നും കാണാൻ ഇവിടെ ഞാൻ കണ്ടില്ല എത്ര നേരം നടന്നിട്ട്. ഇവിടെ വേറെ എവിടെയെങ്കിലും ഏതൊരു ഏരിയയിലുണ്ടോയെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നടന്ന് തിരിച്ച് പള്ളിയുടെ അടുത്തെത്തി. ഇവിടെ നിന്ന് ജസ്റ്റ് കുറച്ചുകൂടെ മുന്നോട്ടൊന്ന് പോയി നോക്കാം എന്നോർത്തുകൊണ്ട് പതുക്കെ നടക്കുക. അവിടെയും പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലെങ്കിൽ തിരിച്ചു പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ആ ചർച്ചിൻ്റെ അവിടെ നടന്ന് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് എത്തി. പക്ഷേ ഇവിടെയും പ്രത്യേകിച്ച് അങ്ങനെ അട്രാക്റ്റീവായിട്ടൊന്നുമില്ല. കുറേ പഴയ കെട്ടിടങ്ങളും കുറേ അടഞ്ഞു കിടക്കുന്ന ഷോപ്പൊക്കെ തന്നെ ഉള്ളൂ, തുറന്നിട്ടില്ല. ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറേ പുതിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആ വന്ന സൈഡിൽ നിന്ന് വരുമ്പോൾ അവിടുന്ന് ഉള്ള ആ സൈഡിലുള്ള ബിൽഡിംഗ് എല്ലാം വളരെ പഴക്കം ചെന്നതും അങ്ങനെയുള്ള കുറേ കെട്ടിടങ്ങളായിരുന്നു. ഇവിടെ കുറച്ചുകൂടെ ബെറ്ററാണ് ഈ ഒരു ഏരിയ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. പക്ഷേ അത്രയ്ക്ക് ചൂടൊന്നുമില്ല. എന്നാലും വെയിലിങ്ങനെ മുഖത്തേക്ക് അടിക്കുന്നത് കൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ട്.
ഒരു ഇൻ്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി ഒന്നും സെർച്ച് ചെയ്ത് നോക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ നടക്കുകയാണ്. ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു. ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ എനിക്കൊരു വൈഫൈ കിട്ടി. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ആണ് ഈ ഒരു കെട്ടിടത്തെ പറ്റി ഞാൻ കണ്ടത്. ഇതൊരു തിയേറ്ററാണ്, സോളീസ് തിയേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. 1856 നിർമ്മിച്ച തിയേറ്ററാണിത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇവിടുത്തെ പബ്ലിക്കിന് വേണ്ടി ഇവിടുത്തെ ആർട്ടുകളും ഇവിടുത്തെ കലയും കാര്യങ്ങളെല്ലാം പ്രദർശിപ്പിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്ത തിയേറ്ററാണിത്. തിയേറ്ററിൻ്റെ അവിടെ നിന്ന് ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് നടക്കാമെന്ന് വെച്ചു. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ ഒരു സ്ക്വയറിലെത്തി. ഇവിടെ വലിയൊരു കുറേ ഷോപ്പുകളൊക്കെ തന്നെയാണ് ഈ ബിൽഡിങ്ങിൽ ഉള്ളത്. ഇവിടെ ഒരു ജിമ്മുണ്ട്. അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് കാണാം. 1-2 കോഫി ഷോപ്പുകളുണ്ട്. അല്ലാതെ വേറൊന്നും ഞാനിവിടെ കണ്ടില്ല. കൂടുതലും അടഞ്ഞു കിടക്കുകയാണ്, ഒന്നും ഓപ്പൺ ആയിട്ടില്ല. 10 മണിയാവുന്നതേ ഉള്ളൂ രാവിലെ. ഈ കെട്ടിടവും നല്ല പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. ഈ ഒരു ഏരിയ കുറച്ചുകൂടെ ഒരു മോഡേൺ ആണ് കേട്ടോ. കുറച്ചുകൂടെ നല്ല കെട്ടിടങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് സ്ട്രീറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വിൽക്കുന്നവരെയൊക്കെ കാണാം. ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ആണ് ഒരു കാഴ്ച ഉണ്ടത്. നമ്മുടെ നാട്ടിലെ അൾട്ടോ ഇതേ കിടക്കുന്നു. അതിങ്ങ് മൊണ്ടെവീഡിയോയിൽ ഉറുഗ്വേയിൽ കൊള്ളാം. എന്തായാലും ആൾട്ടോ മാത്രമല്ല, എസ്പ്രസോയും കിടപ്പുണ്ട് ഇവിടെ. ഞാൻ തിരിച്ച് ഷിപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.